എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ഒക്ടോബർ 22-ാം തീയതി ടൈപ്പിസ്റ്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഇതിനൊക്കെ കോമൺ എക്സാം ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ കുറച്ച് പേരുണ്ട്. അപ്പോൾ അതിൽ തീരെ മാർക്ക് കൂടുന്നില്ല അല്ലെങ്കിൽ എന്ത് പഠിക്കണമെന്ന് അറിയില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അതായത് ഈ വീഡിയോ സീരീസുകൾ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ടൈപ്പ് റൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഒറ്റ മാർക്ക് പോലും നിങ്ങൾക്ക് പോവില്ല. റെയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പറ്റുന്നത്രത്തോളം എക്സ്പ്ലനേഷൻ ഓരോ ക്വസ്റ്റ്യനും തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മോഡൽ എക്സാമുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതും കൂടി മാക്സിമം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കൺസിഡർ ദ ഫോളോയിങ് പെയേഴ്സ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്ലി മാച്ച്ഡ്. അതായത് തെറ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് ഏതാണ്? ആൻസർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ്, DVD പ്രൈമറി മെമ്മറി. DVD എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡറി മെമ്മറിയാണ്. ഇതിൽ റാം വോളറ്റൈൽ മെമ്മറിയാണ്. റാമിൻ്റെ ഫുൾ ഫോം എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി എന്നാണ്. വോളറ്റൈൽ മെമ്മറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പവർ സപ്ലൈ എന്തെങ്കിലും കാരണവശാൽ നഷ്ടപ്പെടുകയോ ഇൻട്രപ്റ്റ് ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മെമ്മറിയിലുള്ള ഡാറ്റാസ് മൊത്തം നഷ്ടപ്പെട്ടു പോകും. അതാണ് റാം എന്ന് പറയുന്നത്. റാം പ്രൈമറി മെമ്മറിയാണ്. ഓക്കെ, റോം എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ മെമ്മറിയാണ്, പ്രൈമറി മെമ്മറിയാണ്. അതായത് റോമിൽ അതിൽ ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് നമുക്ക് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, അതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. റീഡ് ഓൺലി മെമ്മറിയാണ്. അതുപോലെ തന്നെ ഇതിൽ റോമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഒരു ഫങ്ഷൻസിനെ പറയുന്ന പേരാണ് ഫേംവെയർ. ഓക്കെ, ഹാർഡ് ഡിസ്ക് ഓക്സിലറി മെമ്മറിയാണ്. അതായത് സെക്കൻഡറി മെമ്മറി എന്ന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഓക്സിലറി മെമ്മറി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, OLED മോണിറ്റേഴ്സ് സ്റ്റാൻഡ്സ് ഫോർ. OLED മോണിറ്റേഴ്സ് സ്റ്റാൻഡ്സ് ഫോർ. ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആണ്. ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സം ഫങ്ഷൻസ് ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ വിച്ച് ഓഫ് ദ അബവ് ഫങ്ഷൻസ് ആർ ഫങ്ഷൻസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് ഒരു കമ്പ്യൂട്ടറിൻ്റെ കുറച്ച് ഫങ്ഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി അബോവ്. പ്രോസസ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ്. ഓക്കെ, അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്ലി മാച്ച്ഡ്. റോങ്ലി മാച്ച്ഡ് ആയിട്ടുള്ള പെയർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് 1 PB = 1024 GB എന്നുള്ളതാണ് തെറ്റ്. അപ്പോൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1 GB = 1024 MB, 1 TB = 1024 GB, 1 KB = 1024 bytes. Which of the following statement is or are correct about the memory units of computer? കമ്പ്യൂട്ടറിന് മെമ്മറി യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് 1ഉം 3ഉം മാത്രമാണ്. മെമ്മറി ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി വിത്ത് ദ CPU ഈസ് കോൾഡ് മെയിൻ മെമ്മറി. അതായത് CPU ആയിട്ട് ഡയറക്റ്റ് ആക്സസ് ഉള്ള മെമ്മറിയാണ് നമ്മൾ മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. CPU ഹാസ് ഡയറക്റ്റ് ആക്സസ് ടു ക്യാഷ് മെമ്മറി. അത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ CPU-ന് ഓക്സിലറി മെമ്മറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെക്കൻഡറി മെമ്മറിയാണ്. സെക്കൻഡറി മെമ്മറി ആയിട്ട് ഡയറക്റ്റ് ആക്സസ് ഇല്ല. സെക്കൻഡറി മെമ്മറിയിലുള്ള ഡാറ്റാസ് ആക്സസ് ചെയ്യണമെങ്കിൽ സെക്കൻഡറി മെമ്മറിയിലുള്ള ഡാറ്റ പ്രൈമറി മെമ്മറിയിലേക്ക് റാമിലേക്ക് അതായത് അതിലേക്ക് മാറ്റിയാൽ മാത്രമേ ഡയറക്റ്റ് ആക്സസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ഓർഡറായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതായത് റാം, റോം, ഓക്സിലറി മെമ്മറി, ക്യാഷ് മെമ്മറി, ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്പീഡുള്ള മെമ്മറി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് മെമ്മറി ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ആൻ ഇമെയിൽ ദ സെക്ഷൻ CC സ്റ്റാൻഡ്സ് ഫോർ. CC എന്ന് പറയുന്ന സെക്ഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ കാർബൺ കോപ്പിയാണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻപുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ. പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്രാഫിക്സ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ 3D ഇമേജസ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്ലെക്സ് ഷീറ്റുകളൊക്കെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലോട്ടർ ഉപയോഗിക്കുന്നത്. ഗ്രാഫിക് ടാബ്ലറ്റ്, സ്കാനർ, ബയോമെട്രിക് സെൻസർ, ഇതൊക്കെ ഇൻപുട്ട് ഡിവൈസസ് ആണ്. 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗിവൺ ബിലോ.
വിച്ച് ഓഫ് ദ അബോവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അബൌട്ട് സോഷ്യൽ മീഡിയ? സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട് കറക്റ്റായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, രണ്ടും ശരിയാണ്. അതായത് ഇൻ ആൻ ഇൻ്റർനെറ്റ് ഫോറം ഈച്ച് ഡിസ്കഷൻ ഓൺ എ ടോപ്പിക് ഇസ് കോൾഡ് ത്രെഡ്. Twitter.com is a popular micro-blogging site which allow users to exchange short sentences, images or videos etc. Which among the following is not a web browser? വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗൂഗിൾ ആണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് വെബ് ബ്രൗസേഴ്സ്? ഒപ്പേറ, സഫാരി, മോസില്ല ഫയർഫോക്സ്. വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ വെബ് സെർച്ച് എഞ്ചിൻ ഈ സൈറ്റ് ഈസ്, അതായത് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള സെർച്ച് എഞ്ചിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബിങ്. സം സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് യൂണിക്കോഡ് ആർ ഗിവൺ ബിലോ. വിച്ച് ഓഫ് ദ അബവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ ഫാൾസ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അതായത് ഒന്നാമത്താണ് തെറ്റ്. യൂണിക്കോഡ് ഈസ് ഡെവലപ്ഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ യാഹു. ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കാം. യൂണിക്കോഡ് ക്യാൻ റെപ്രസെൻറ്റ് ഓൾ ക്യാരക്ടേഴ്സ് റിട്ടൺ ഇൻ ഓൾ ലാംഗ്വേജസ് ഓഫ് ദ വേൾഡ്. 16-bit Unicode can represent up to 65,536 characters. Which of the following statement is or are correct? Correct ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോവ്. അതായത് വൈറസ്, ട്രോജൻ ഹോൾസ്, വോംസ് ഇതൊക്കെ മാൽവെയറിന് എക്സാമ്പിളാണ്. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ് ഫയൽസിനെ സ്കാൻ ചെയ്തിട്ട് എന്തെങ്കിലും മലീഷ്യസ് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ക്വാറൻറ്റൈൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഏരിയയാണ്. അതായത് ഇൻഫെക്റ്റഡ് ഫയൽസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഏരിയയാണ് ക്വാറൻറ്റൈൻ എന്ന് പറയുന്നത്. സെലക്ട് ആൻ MS വേർഡ് ഡോക്യുമെൻറ്റ് ഫയൽ ഫ്രം ദ ഫോളോയിങ്. MS വേർഡ് ഡോക്യുമെൻറ്റ് ഫയൽ താഴെ തന്നിട്ടുള്ളതിൽ നിന്ന് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, താജ്മഹൽ .docx. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ MS വേർഡിൻ്റെ ഡീഫോൾട്ടായിട്ടുള്ള ഫയൽ എക്സ്റ്റൻഷൻ .docx ആണ്. ഇതിൽ JPG എന്ന് പറയുന്ന ഇമേജ് ഫയലിൻ്റെ എക്സ്റ്റൻഷനാണ്. MP3 എന്ന് പറഞ്ഞ സൗണ്ട് ഫയൽ, MPEG അത് ഇമേജ് ഫയൽ തന്നെയാണ്. നമുക്ക് എക്സലിനെ ചോദിച്ചു കഴിഞ്ഞാൽ .xlsx ആണ്. പവർ പോയിൻ്റ് ചോദിച്ചു കഴിഞ്ഞാൽ .pptx ആണ്. ഓക്കെ, In an MS Word 2007 document, function key F7 is used for. F7 എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് MS വേർഡിൽ? ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്പെൽ ചെക്കിന് വേണ്ടിയിട്ടാണ്. In an MS Word 2007 സോഫ്റ്റ്വെയർ, MS Word 2007 സോഫ്റ്റ്വെയറിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ടുള്ള ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, രണ്ടാമത്തെ തെറ്റാണ്. സ്മോളസ്റ്റ് ഡിഫോൾട്ട് സൈസ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ ഈ അതായത് ലാർജസ്റ്റ് ഡിഫോൾട്ട് സൈസ് 72 ആണ് കേട്ടോ, 72 ആണ്. In order to change the alignment of a paragraph into center alignment in an MS Word 2007, അതായത് MS Word 2007 ഒരു പാരഗ്രാഫിന് സെൻറ്റർ അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, Ctrl+E ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? ഷോർട്ട് കട്ട് കീ ആൻഡ് ഓപ്പറേഷൻ ആണ്. ഇത് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്ന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, Ctrl+Z അൺഡു ദ ലാസ്റ്റ് ആക്ഷൻ. Ctrl+A എന്തിനു ഉപയോഗിക്കുന്നത്? സെലക്ട് ഓളിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. Ctrl+X കട്ട് ചെയ്യാൻ, Ctrl+Z എന്ന് പറയുന്നത് അൺഡു ചെയ്യാൻ വേണ്ടിയിട്ടും, Ctrl+C എന്ന് പറയുന്നത് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. While creating a drop cap in a paragraph in an MS Word 2007, the maximum number of lines can be set up to drop cap and maximum distance from the text respectively are. Answer option D ആണ്, 10 lines 22 inches ആണ്. 10 lines and 22 inches. The page layout tag contains page breaks. Which among the following is or are not section breaks in MS Word 2007? സെക്ഷൻ ബ്രേക്ക് അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അതായത് 1ഉം 2ഉം കോളം ടെക്സ്റ്റ് റാപ്പിംഗും ആണ് സെക്ഷൻ ബ്രേക്സ് അല്ലാത്തത്. അപ്പോൾ സെക്ഷൻ ബ്രേക്സ് ഏതൊക്കെയാണ്? ഈവൻ പേജ്, കണ്ടിന്യൂസ്. പേജ് ബോർഡേഴ്സ് ആഡ് ഓർ ചേഞ്ച് ദ ബോർഡർ അറൗണ്ട് എ പേജ്. പേജ് ബോർഡേഴ്സ് ഓപ്ഷൻ ഇൻ ആൻ MS Word 2007 ഈസ് പ്രസൻറ്റ് ഇൻ. അതായത് പേജ് ബോർഡർ ഏതിലാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, പേജ് ലേഔട്ട് ടാബ് ആണ്. പേജ് ലേഔട്ട് ടാബ്. ആൻസർ ഓപ്ഷൻ സി ആണ്, പേജ് ലേഔട്ട് ടാബ്.
The following are the steps for inserting footnote in an MS Word 2007, but the steps are not in proper order. അതായത് പ്രോപ്പർ ഓർഡറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഫൂട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ആണ് തന്നിരിക്കുന്നത്. കറക്റ്റ് ഓർഡറിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് place the cursor on the last letter of the word where the footnote refer to. പിന്നെ വരുന്നത് ഓൺ റെഫറൻസ് ടാബ് ക്ലിക്ക് ഇൻസേർട്ട് footnote. അടുത്തത് footnote number will appear in the last part of the page. പിന്നെ വരുന്നതാണ് type the text or notes at the end part of the page. ഓക്കെ, അടുത്തത് which among the following is the shortcut key to redo the last action in MS Word document. MS Word documentil ലാസ്റ്റ് ആക്ഷൻ റീഡു ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ. ആൻസർ ഓപ്ഷൻ എ ആണ്, Ctrl+Y. ഞാൻ MS Word 2007 ഡോക്യുമെൻറ്റ് ഔട്ട്ലൈൻ വ്യൂ ഹെൽപ്സ് ടു. അതായത് ഔട്ട്ലൈൻ വ്യൂ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, വ്യൂ ദ ഡോക്യുമെൻറ്റ്സ് ആസ് ആൻ ഔട്ട്ലൈൻ ആൻഡ് ഷോസ് ദ ഔട്ട്ലൈനിങ് ടൂൾസ്. Press Ctrl+C and Ctrl+V respectively in a keyboard on the selected text in an MS Word document results. Ctrl+C, Ctrl+V. Ctrl+C, Ctrl+V. ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കോപ്പി ആൻഡ് പേസ്റ്റ് ദ ടെക്സ്റ്റ്. Following are the steps for zoom in and zoom out respectively in an MS Excel 2007 worksheet, but the steps are not in the proper order. ഓർഡറിൽ ചെയ്യാൻ വേണ്ടിയിട്ട് MS Excelൽ സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് സ്റ്റെപ്പ് ഏതാണ്? ഓർഡർ. ആൻസർ ഓപ്ഷൻ സി ആണ്, അതായത് 3-1-4-2. അതായത് ലൊക്കേറ്റ് ദ സൂം ബാർ ഇൻ ദ ബോട്ടം റൈറ്റ് കോർണർ, ഡ്രാഗ് ദ സ്ലൈഡർ ക്ലിക്ക് ദ സ്ലൈഡർ. അതായത് ഒന്നുകൂടി പറയാം, ലൊക്കേറ്റ് ദ സൂം ബാർ ഇൻ ദ ബോട്ടം റൈറ്റ് കോർണർ, ക്ലിക്ക് ദ സ്ലൈഡർ. പിന്നെ വരുന്നത് ഡ്രാഗ് ദ സ്ലൈഡർ ടു ദ റൈറ്റ് ടു സൂം ഇൻ, ഡ്രാഗ് ദ സ്ലൈഡർ ടു ദ ലെഫ്റ്റ് ടു സൂം ഔട്ട്. ഫോർമുല ഫംഗ്ഷൻ sum of H3 is to H35 in an MS Excel 2007 gives. The formula function sum of H3 is to H35 in an MS Excel 2007 gives. Answer option D, the sum of the ranges of cells from H3 to H35. Which one of the following statement is false related to chart tool in MS Excel 2007? MS Excel 2007 ചാർട്ട് ടൂളുമായിട്ട് ബന്ധപ്പെട്ട് ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ദ ചാർട്ട് ടൂൾ ഡു നോട്ട് കണ്ടെയ്ൻ ഡിസൈൻ, ലേഔട്ട് ആൻഡ് ഫോർമാറ്റ് ടാബ്സ്. അവിടെ ചാർട്ട് ടൂൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അത് വരുമ്പോൾ അതിൽ ഓൾറെഡി വരുന്ന ടാബ്സ് ആണ് ഡിസൈൻ, ലേഔട്ട്, ഫോർമാറ്റ്. ഈ ടാബ്സ് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ഇഫ് യു ഇൻസേർട്ട് എ ചാർട്ട് ഇൻ എ വർക്ക്ഷീറ്റ്, എ സെറ്റ് ഓഫ് ചാർട്ട് ടൂൾസ് വിൽ അപ്പിയർ അബവ് ദ റിബൺ. ദ ചാർട്ട് ടൂൾ കണ്ടെയ്ൻ എന്നാണ് വരുന്നത്. അവിടെ ഡു നോട്ട് ഇല്ല. ഡിസൈൻ, ലേഔട്ട് ആൻഡ് ഫോർമാറ്റ് ടാബ്സ്. ലെജൻഡ് കീ ഇൻ ദ ചാർട്ട് ഐഡൻറ്റിഫൈസ് വാട്ട് ഈച്ച് കളർ ഓൺ ദ ചാർട്ട് റെപ്രസെൻറ്റ്സ്. ചാർട്ട് ടൂൾ പ്രൊവൈഡ്സ് വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ ഇൻ എ വർക്ക്ഷീറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, conditional formatting command is located in which one of the following group in an MS Excel 2007 software? Conditional formatting ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, സ്റ്റൈൽസ്. min function in an MS Excel 2007 is used for. min function എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, ഫൈൻഡിങ് മിനിമം വാല്യൂ ആണ്. which function അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫംഗ്ഷൻ വിൽ യു യൂസ് ടു റിട്ടേൺ ദ കറൻറ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർമാറ്റഡ് ആസ് എ ഡേറ്റ് ആൻഡ് ടൈം ഇൻ എ MS Excel 2007 വർക്ക്ഷീറ്റ്. MS Excel 2007 വർക്ക്ഷീറ്റിൽ കറൻറ്റ് ഡേറ്റും ടൈമും ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ, അതായത് ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റിൽ ചെയ്യേണ്ട ഫംഗ്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, നൗ. ഓക്കെ, ഇനി a formula in an expression is an expression which operates on values in a range of cells in a worksheet. All formulas in MS Excel 2007 worksheet starts with. അതായത് MS Excel 2007 വർക്ക്ഷീറ്റിൽ എല്ലാ ഫോർമുലയും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിനാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഈക്വൽ ടു സൈൻ ആണ്. Which among the following is not an engineering function in an MS Excel 2007 worksheet? MS Excel 2007 വർക്ക്ഷീറ്റിൽ എഞ്ചിനീയറിംഗ് ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ്?
അപ്പോൾ ഇതിൽ എഞ്ചിനീയറിംഗ് ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ് ക്യൂബ് സെറ്റ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഫംഗ്ഷൻ ആയത് ഏതൊക്കെയാണ്? കോംപ്ലക്സ്, IM, റിയൽ, ഇമാജിനറി. While you are working with the slides in an MS PowerPoint 2007 software, Ctrl+M എന്തിനാണ് ഉപയോഗിക്കുന്നത് പവർ പോയിന്റിൽ? ആൻസർ ഓപ്ഷൻ ഡി, ആഡിങ് എ ന്യൂ സ്ലൈഡ് ഇൻ എ സ്ലൈഡ് പ്രസൻറ്റേഷൻ. ഓക്കെ. അടുത്തത്, സം വ്യൂ ഓപ്ഷൻസ് ഇൻ എ പ്രസൻറ്റേഷൻ വ്യൂ സോഫ്റ്റ്വെയർ ആർ ഗിവൺ ബിലോ. വിച്ച് അമംഗ് ദ എബവ് ഈസ് ഓർ ആർ ദ വ്യൂ ഓപ്ഷൻസ് ഇൻ പ്രസൻറ്റേഷൻ വ്യൂസ് ഇൻ MS PowerPoint 2007? അതായത് MS PowerPoint 2007 വ്യൂ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3 മാത്രമാണ്. നോർമൽ വ്യൂ, സ്ലൈഡ് സോർട്ടർ വ്യൂ, നോട്ട്സ് മാസ്റ്റർ വ്യൂ. അടുത്തത്, ദ ഫംഗ്ഷൻ കീ F5 ഈസ് യൂസ്ഡ് ഇൻ പവർ പോയിന്റ് ഈസ് റെപ്രസെൻറ്റീവ് പ്രസൻറ്റേഷൻ ഈസ് യൂസ് ടു. F5 എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്റ്റാർട്ട് ദ സ്ലൈഡ് ഷോ. ഇനി എൻഡ് ഷോ, അതായത് എൻഡ് ദ സ്ലൈഡ് ഷോ ആണെങ്കിൽ എസ്കേപ്പ് കീ ആണ് വരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോളോയിങ് ആർ ദ സ്റ്റെപ്സ് ടു ചേഞ്ച് ദ സ്ലൈഡ് പേജ് ഓറിയൻറ്റേഷൻ ഫ്രം ലാൻഡ്സ്കേപ്പ് ടു പോർട്രേറ്റ് ലേഔട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫോളോയിങ് ആർ ദ സ്റ്റെപ്സ് ടു ചേഞ്ച് ദ സ്ലൈഡ് പേജ് ഓറിയൻറ്റേഷൻ ഫ്രം ലാൻഡ്സ്കേപ്പ് ടു പോർട്രേറ്റ് ലേഔട്ട് ഇൻ MS PowerPoint 2007 സ്ലൈഡ് ബട്ട് ദി സ്റ്റെപ്സ് ആർ നോട്ട് ഇൻ പ്രോപ്പർ ഓർഡർ. അതായത് ഇതിൽ MS PowerPointൽ പേജ് ഓറിയൻറ്റേഷൻ ലാൻഡ്സ്കേപ്പിൽ നിന്ന് പോർട്രേറ്റിലേക്ക് മാറ്റണം. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സാണ് തന്നിരിക്കുന്നത്. പ്രോപ്പർ ഓർഡറിലല്ല, അത് പ്രോപ്പർ ഓർഡറിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ നമുക്ക് നോക്കാം. ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3 കറക്റ്റ് ഓർഡറിലാണ്. സെലക്ട് ഡിസൈൻ, സെലക്ട് സ്ലൈഡ് ഓറിയൻറ്റേഷൻ, സെലക്ട് പോർട്രേറ്റ്. Some file formats are given below. Which one of the following is the default file extension format of an MS PowerPoint 2007? MS PowerPointൻ്റെ ഡിഫോൾട്ട് ഫയൽ എക്സ്റ്റൻഷൻ ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ആൻസർ ഓപ്ഷൻ ബി ആണ്, .pptx ആണ്. 2 statements are given below. Which of the above statements is or are true or false? 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ട്രൂ ആണോ ഫാൾസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 സ്റ്റേറ്റ്മെൻറ്റ്സും ട്രൂ ആണ്. അതായത് ഇൻസേർട്ടിങ് എ ചാർട്ട് ഇൻ പ്രസൻറ്റേഷൻ ഈസ് ടു ഇല്ലുസ്ട്രേറ്റ് ആൻഡ് കമ്പയർ ഡാറ്റ. അതായത് പ്രസൻറ്റേഷനിൽ ചാർട്ട് ഇൻസേർട്ട് ചെയ്യുന്നത് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാനും കമ്പയർ ചെയ്യാനും, ഡാറ്റേനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാനും കമ്പയർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ബാർ ചാർട്ട്, കോളം ചാർട്ട്, പൈ ചാർട്ട്, ലൈൻ ചാർട്ട്, ഏരിയ ചാർട്ട് ആൻഡ് സർഫസ് ചാർട്ട്, ഇതൊക്കെയാണ് MS PowerPoint 2007 അവൈലബിൾ ആയിട്ടുള്ള ചാർട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ MS PowerPoint 2007 സോഫ്റ്റ്വെയർ മാക്രോ ഈസ് പ്രസൻറ്റ് ഇൻ. അതായത് MS PowerPoint 2007 മാക്രോ എവിടെയാണ് ഉണ്ടാകുന്നത്, എവിടെയാണ് കാണപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വ്യൂവിലാണ്. ഇഫ് യു വാണ്ട് ടു ക്രിയേറ്റ് എ ന്യൂ PowerPoint പ്രസൻറ്റേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് യു ചൂസ്. അതായത് നമുക്കൊരു PowerPointൽ പുതിയ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ഓപ്ഷനാണ് ചൂസ് ചെയ്യാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് 1, 3 പ്രസ്സിങ് Ctrl+N, പിന്നെ ക്ലിക്ക് ഓഫീസ് ബട്ടൺ ആൻഡ് സെലക്ട് ന്യൂ. Ctrl+M എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓൾറെഡി ഉള്ള പ്രസൻറ്റേഷനിൽ പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് Ctrl+M എന്ന് പറയുന്നത്. പിന്നെ ഈ പ്രിപ്പയർ എന്ന് പറയുന്നത് പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ അല്ല. ടൈപ്പ് റൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. ദ മാൻ ഹു വാസ് റെസ്പോൺസിബിൾ ഫോർ ദ ഇൻവെൻഷൻ ഓഫ് ഫസ്റ്റ് പ്രാക്ടിക്കൽ ടൈപ്പ് റൈറ്റർ. അതായത് ഈ ഫസ്റ്റ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ക്രിസ്റ്റഫർ ലാതം ഷോൾസ് ആണ്. ക്രിസ്റ്റഫർ ലാതം ഷോൾസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒഫീഷ്യൽ അബ്രീവിയേഷൻ യൂസ്ഡ് ഫോർ AR&OD. ഇതിൻ്റെ ഒഫീഷ്യൽ അബ്രീവിയേഷൻ, അതായത് ഇതിൻ്റെ എക്സ്പാൻഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ആൻസർ ഓപ്ഷൻ ഇവിടെ ഓപ്ഷൻസ് അതുപോലെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് ഏതാ? ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ആൻഡ് അതോറിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ സിമ്പിൾ യൂസ്ഡ് ഇൻ ടൈപ്പ് റൈറ്റർ കീബോർഡ്. ഈ ടൈപ്പ് റൈറ്റർ കീബോർഡിൽ ഈ 2 സിമ്പിൾസിനെയും പറയുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹാഷ് ആൻഡ് ആസ്റ്ററിക്. ഗൈഡ് കീസ് ഇൻ എ ടൈപ്പ് റൈറ്റർ ആർ ഓപ്പറേറ്റഡ് ബൈ. ഗൈഡ് കീസ് ഏത് ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ലിറ്റിൽ ഫിംഗേഴ്സ് ആണ്. ദ പർപ്പസ് ഓഫ് ദ മെയിൻ സ്പ്രിംഗ് ഇൻ എ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ. ടൈപ്പ് റൈറ്റിംഗ് മെഷീനിലെ മെയിൻ സ്പ്രിങ്ങിൻ്റെ പർപ്പസ് എന്താണ്? ആൻസർ ഓപ്ഷൻ എ, ഫോർ പുള്ളിംഗ് ദ ക്യാരേജ് ടു ദ ലെഫ്റ്റ്.
The bell ringing sign given by the typewriter is to inform you that. അതായത് ടൈപ്പ്റൈറ്ററിൽ ബെൽ റിംഗിങ് സൈൻ എന്തിൻ്റെ ഇൻഫർമേഷനാണ് തരുന്നത്? ആൻസർ ഓപ്ഷൻ എ, ദ ലൈൻ യു ആർ ടൈപ്പിംഗ് ഈസ് അപ്രോച്ച് ടു ബി ഫിനിഷിംഗ് പോയിന്റ്. അതായത് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താനായി എന്നുള്ള ഇൻഫർമേഷനാണ് ബെൽ റിംഗിങ് സൗണ്ട് നമുക്ക് തരുന്നത്. The key which we can type all letters in a capital at a stretch without pressing shift key always. അതായത് നമുക്ക് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യാതെ ഒറ്റ സ്ട്രെച്ചിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഷിഫ്റ്റ് ലോക്ക്. ഫോർ ടൈപ്പിംഗ് ദ അപ്പർ കേസ് ക്യാരക്ടേഴ്സ് വി യൂസ്. അപ്പർ കേസ് ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, ഷിഫ്റ്റ് കീസ് ആണ്. ദ സിലിണ്ടർ ഓർ പ്ലേറ്റൺ ഓഫ് എ ടൈപ്പ് റൈറ്റർ ഈസ് മെയ്ഡ് ഓഫ് ബൈ. അതായത് സിലിണ്ടർ അല്ലെങ്കിൽ പ്ലേറ്റൺ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, എ വുഡൻ റോളർ കവേർഡ് വിത്ത് സ്റ്റിഫ് കംപ്രസ്ഡ് റബ്ബർ. കാരേജ് ട്രാവൽസ് ഓൺ ദ, അതായത് കാരേജ് ഏതിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, പീനിയൻ വീലാണ്. പീനിയൻ വീൽ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മൊത്തം 50 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.